ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമുക്കൊരു വാചകം എഴുതാനറിയാം. ആ വാചകത്തെ രണ്ട് പാർട്ട് പ്രധാനമായിട്ട് വേണം. സബ്ജക്റ്റ് പാർട്ട് വേണം, പ്രെഡിക്കേറ്റ് പാർട്ട് വേണം. അപ്പോൾ സബ്ജക്റ്റ് പാർട്ടിൽ എന്തായിരിക്കും വരിക, പ്രെഡിക്കേറ്റ് പാർട്ടിൽ എന്തായിരിക്കും വരിക എന്ന് മനസ്സിലാക്കിയ ശേഷം സ്വയമായി സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും ഉണ്ടാക്കാനുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ബെറ്ററായിട്ട് പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് എക്സാമ്പിളുകൾ കൂടി പറയുകയാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഈ സബ്ജക്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു നാമമോ സർവനാമമോ ആയിരിക്കും സബ്ജക്റ്റ് പാർട്ടിലെ പ്രധാന വാക്ക്. പ്രെഡിക്കേറ്റ് പാർട്ടിലെ പ്രധാന വാക്ക് ഒരു ക്രിയയോ സഹായക്രിയയോ. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ പ്രെഡിക്കേറ്റ് പ്രവൃത്തിയെയോ അവസ്ഥയെയോ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ് ബട്ട് നോട്ട് ഈക്വൽ ടു വെർബ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛന് തുല്യനാണെന്ന് പറയുമ്പോൾ അച്ഛനല്ല, എന്നാൽ ഇളയച്ഛനോ വലിയച്ഛനോ അല്ലെങ്കിൽ ഒരു അമ്മാവനോ ആ ലെവലുള്ള ആൾക്കാരായിരിക്കും. അതാണ് ഈ വെർബും പ്രെഡിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്, നോട്ട് ഈക്വൽ ടു വെർബ്. മിക്കവാറും വെർബിന് തുല്യമാണ്. കാരണം അത് ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ ആണ് സൂചിപ്പിക്കാറ്. അപ്പം മറക്കരുത്, പ്രെഡിക്കേറ്റ് ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ സൂചിപ്പിക്കുന്നു. ആ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയെയോ അവസ്ഥയോ ചെയ്യുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഒരു വാക്കോ ഒന്നിലധികമോ വാക്കുകളുണ്ടായിരിക്കാം. അപ്പോൾ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിക്കാൻ പഠിക്കണം. ആ പഠിച്ചാൽ മാത്രം പോരാ, അതിൽ ടെൻസ് ഏതാണെന്ന് പറഞ്ഞു. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ആ വെർബ് ഏത് ടെൻസിലാണ് കിടക്കുന്നതെന്ന് അറിയണം. പ്രെഡിക്കേറ്റ് പാർട്ടിൽ മിനിമം ഒരു സഹായക്രിയയോ ഒരു ക്രിയയോ ഉണ്ടായിരിക്കും. ആ ക്രിയ ഒരു പൂർണ്ണക്രിയയായിരിക്കും. ഫിനിറ്റീവ് വെർബ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ. പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറുന്ന ക്രിയകളാണ് പൂർണ്ണക്രിയ. മാറാത്തവ അപൂർണക്രിയ. അപ്പോൾ അപൂർണക്രിയ എന്ന് പറഞ്ഞാൽ നോൺ ഫിനിറ്റീവുകളും പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഫിനിറ്റീവുകളും. ഫിനിറ്റീവ് വെർബ് ഉണ്ടായിരിക്കണം, അപ്പോഴേ നമുക്ക് പ്രെഡിക്കേറ്റ് ഉണ്ടാവാൻ പറ്റുള്ളൂ. ക്രിയാരൂപം എന്ന് പറഞ്ഞാൽ ക്രിയ വേണം, ക്രിയാരൂപം പോരാ. ക്രിയാരൂപം ചിലപ്പോൾ നോൺ ഫിനിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അപൂർണക്രിയ. അപൂർണക്രിയ കൊണ്ട് നമുക്ക് ടെൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ അപൂർണക്രിയയുടെ ഒരു വാചകമാവില്ല, കാരണം പ്രെഡിക്കേറ്റ് പൂർണ്ണമല്ല. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാവണം, ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. പ്രത്യേകം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാചകം ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ പേപ്പറിലോ കാണുമ്പോൾ അതിലെ സബ്ജക്റ്റ് പാർട്ട് ഏതാണ്, പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സബ്ജക്റ്റ് പാർട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു നാമമോ സർവനാമമോ ആയിരിക്കും. ചിലപ്പോൾ അതൊരു വെർബൽ നൗണും ആയിരിക്കാം, ടു ഇൻഫിനിറ്റീവും ആയിരിക്കാം. അപൂർണക്രിയകളായിട്ടുള്ള ക്രിയാരൂപങ്ങൾ തന്നെ സബ്ജക്റ്റ് വരും. ടു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് നോട്ട് ഈസി എന്ന് പറഞ്ഞു വെച്ചോളാം നമ്മൾ. ടു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ അതാണ് സബ്ജക്റ്റ്. ഈസ് നോട്ട് ഈസി എന്നുള്ളതാണ് ഒരു പ്രെഡിക്കേറ്റ്. അപ്പോൾ ഒരു ടു ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളായിരിക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബോർഡിലേക്ക് പോകാം. ഒന്നാമത്തെ എക്സാമ്പിൾ, സബ്ജക്റ്റ് പാർട്ട് ആൻഡ് പ്രെഡിക്കേറ്റ് പാർട്ട്. മോർ എക്സാമ്പിൾസ്. ഒന്നാമത്തെ വാചകത്തിൽ സബ്ജക്റ്റ് പാർട്ടിൽ ഐ ആം എ ടീച്ചർ, ഐ ആം എൻ ഇന്ത്യൻ എന്നാണ് ഈ വാചകം. ഈ വാചകത്തിലെ സബ്ജക്റ്റ് പാർട്ട് ഐ ആണ്, ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്, ഒരു വാക്കേ ഉള്ളൂ. പ്രെഡിക്കേറ്റിൽ ആം ആൻ ഇന്ത്യൻ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഒരുപാട് വാക്കുകൾ പ്രെഡിക്കേറ്റ് ഉണ്ട്. ഇതിൽ പ്രെഡിക്കേറ്റിലെ പ്രധാന വാക്ക് ഏതാ? ആം എന്നുള്ളതാണ്. ഈ ആം എന്നുള്ളത് ഏത് ടെൻസിൽ നമുക്ക് പെടുത്താം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പെടുത്തണം. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ ഈ വലയം കാണുമ്പോൾ സബ്ജക്റ്റ് പാർട്ട് ഇത്, പ്രെഡിക്കേറ്റ് പാർട്ട് ഇത്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ആം എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഇവിടെ എഴുതി വയ്ക്കണം. രണ്ടാമത്തെ വാചകം, ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. എനിക്ക് മത്സ്യം അധികം ഇഷ്ടമല്ല. അപ്പോൾ സബ്ജക്റ്റ് പാർട്ട് ഐ, ഒറ്റ വാക്കേ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ എന്ന് പറയും നമ്മൾ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഡോണ്ട് ലൈക്ക് ഫിഷ് എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ് പാർട്ട്. അതിൽ പ്രെഡിക്കേറ്റ് പാർട്ടിലെ പ്രധാന വാക്കാണ് ഡോണ്ട്, ഡു നോട്ട്.
അല്ലേ? ഡു നോട്ട് ലൈക്ക് എന്നതാണ്. അപ്പോൾ ഇത് ഏത് ടെൻസാ? ഡു പ്ലസ് ലൈക്ക് സമം ലൈക്ക് അല്ലേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഡോണ്ട് ലൈക്ക് എന്നതാണ് ഇതിലെ വെർബ്. പ്രെഡിക്കേറ്റിലെ വെർബ് ഡോണ്ട് ലൈക്ക് എന്നാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ വാചകത്തിൽ ദ ന്യൂ ബോൺ ചിൽഡ്രൻ, പുതുതായി ജനിക്കുന്ന കുട്ടികൾ ആർ വെരി വീക്ക്, വളരെ ക്ഷീണിതരായി കാണപ്പെടുന്നു. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണ്, എന്നാൽ വെറുതെ എഴുതി പോയിന്ന് മാത്രം. സബ്ജക്റ്റ് ഏതാ? ദ ന്യൂ ബോൺ ചിൽഡ്രൻ. ഇതിൽ ഹെഡ് വേർഡ് ഏതാ? ചിൽഡ്രൻ എന്നാണ്, പ്രധാന വാക്ക് ഇതാണ്. അപ്പോൾ ഇതൊരു നൗൺ ഫ്രേസ് ആണ്. ഒരു നാമത്തിനോട് ചേർന്ന് ഒരുപാട് പദങ്ങൾ വരുമ്പോൾ ഇതിനെ നൗൺ ഫ്രേസ് എന്ന് പറയും. അപ്പോൾ ഈ സബ്ജക്റ്റ് വളരെ വലുതാണ്. ഇതിലെ പ്രധാന ഹെഡ് വേർഡ് ചിൽഡ്രൻ. ഇത് മോഡിഫയർ, ഇതിന് ക്വാളിഫയർ ഇല്ല. MHQ നൗൺ ഗ്രൂപ്പിനെ നമ്മൾ MHQയിലെ പെടുത്തുക. മോഡിഫയർ, ഹെഡ്, ക്വാളിഫയർ. ഇതിൽ ഹെഡ് ഉണ്ട്, മോഡിഫയർ ഉണ്ട്, ക്വാളിഫയർ ഇല്ല. ദ ന്യൂ ബോൺ ചിൽഡ്രൻ എന്നാണ് ഇതിന്റെ സബ്ജക്റ്റ് പാർട്ട്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ആർ വെരി വീക്ക് എന്നുള്ളതിൽ ആർ എന്നുള്ള സഹായക്രിയയാണ് ഇവിടെ വെർബായിട്ട് വന്നുള്ളത്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പെടുത്തുന്നു. ഇനി ദർ ഈസ് സംതിങ് റോങ്, എന്തോ പെശകുണ്ട്. സബ്ജക്റ്റ് പാർട്ട് ദർ, ഇൻട്രൊഡക്ടറി ദർ എന്ന് പറയും. ദർ സബ്ജക്റ്റ് വരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് നമ്മൾ. ദർ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഒരു പ്രോനൗൺ ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ് സംതിങ് റോങ് എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഈസ് എന്നുള്ളതാണ് ഇതിൽ പ്രധാന ക്രിയാരൂപം. പൂർണ്ണക്രിയയാണ്. കാരണം എന്താ വെച്ചാൽ ടെൻസ് പറയാൻ പറ്റുന്നത്. ഈസ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ടെൻസ് പറയാവുന്ന ക്രിയകളാണ് പൂർണ്ണക്രിയകൾ. ദേ ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. സബ്ജക്റ്റ് പാർട്ട് ദേ എന്ന് മാത്രം ഒറ്റ വാക്കേ ഉള്ളൂ. കേട്ടില്ലേ? ഒരു ദേ എന്നുള്ള സബ്ജക്റ്റ് ഒറ്റ വാക്ക്. ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ടെൻസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. സോ പ്രത്യേകിച്ച് അറ്റത്ത് ഫോറും സിൻസും വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ അതർവൈസ് പ്രസന്റ് പെർഫെക്റ്റോ ആണ്. അത് ഈ സ്റ്റാറ്റീവ് വെർബുകളായുള്ള ING ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വെർബുകളുണ്ട്. അതിന് സ്റ്റാറ്റീവ് വെർബ് എന്ന് നമ്മൾ പറയാം. ആ സ്റ്റാറ്റീവ് വെർബുകൾ വരുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നിടത്ത് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഫോറും സിൻസും വെച്ച് അവസാനിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്ന ടെൻസ്, കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് പാർട്ട് ദേ, ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ് ഒക്കെ പ്രെഡിക്കേറ്റ് പാർട്ട്. പ്രെഡിക്കേറ്റ് പാർട്ടിലെ വെർബ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അടുത്തത് ദ സർപ്ലസ് എമൗണ്ട് ഈസ് നോട്ട് ഇനഫ്. സബ്ജക്റ്റ് പാർട്ട് വെർബ് ഇത് കാണുന്നവരെ, പാർട്ട് കാണുന്നവരെ ഈസ് എന്നുള്ളത് പ്രെഡിക്കേറ്റിലെ പ്രധാന വെർബിൻ്റെ രൂപം, സിമ്പിൾ പ്രസന്റ് ആണ്. ദ സർപ്ലസ് എമൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് പാർട്ട്. ഇനി മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ അവർ സ്കൂൾ. അപ്പോൾ ടീച്ചേഴ്സ് എന്നാണ് ഹെഡ്. ടീച്ചേഴ്സ് ആർ വെരി ക്ലവർ. ആർ വെരി ക്ലവർ എന്നുള്ള പ്രെഡിക്കേറ്റ്. അതിൽ ആർ എന്നുള്ളത് വെർബിൻ്റെ രൂപം, സിമ്പിൾ പ്രസൻസ് ആണ്. ഇതൊരു അവസ്ഥയെ കാണിക്കുന്നത് കൊണ്ട് ഇത് ക്രിയ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞത്. പ്രെഡിക്കേറ്റിലെ പ്രധാന ക്രിയാരൂപം ആറാണ്, സിമ്പിൾ പ്രസൻറ്റൻസിൽ പെടുന്നു. സബ്ജക്റ്റ് പാർട്ട് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ അവർ സ്കൂൾ. ഇത് ടീച്ചേഴ്സ് എന്നുള്ളത് ഹെഡ് വേർഡും മോസ്റ്റ് ഓഫ് ദ എന്നുള്ളത് മോഡിഫയറും ഇൻ അവർ സ്കൂൾ എന്നുള്ളത് ക്വാളിഫയറും. അപ്പോൾ സബ്ജക്റ്റിലെ ഒരു നൗൺ ഫ്രേസ് വന്നിരിക്കുന്നു. നൗൺ ഫ്രേസിനെ നമ്മൾ പൊതുവെ MHQ എന്ന് പറയും. എന്താ MHQ? ഒരു ഹെഡ് വേർഡ് ഉണ്ടാവും, ആണ് H. ആ ഹെഡ് വേർഡിൻ്റെ ഇടത്തെ ഭാഗത്തുള്ളതിനെ മോഡിഫയർ എന്നും ശേഷം വരുന്ന ഈ ക്രിയകൾ, ഈ വാക്കുകളെ ക്വാളിഫയർ എന്നും പറയും. ആണ് MHQ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് എക്സാമ്പിൾ, ദ ന്യൂലി ബിൽറ്റ് ബ്രിഡ്ജസ്. പുതുതായി പണിത ബിൽഡിങ്ങുകളെല്ലാം, പാലങ്ങളെല്ലാം ഇടിഞ്ഞു പെട്ടിട്ടുണ്ട്. ഹാവ് ബീൻ കൊളാപ്സ്, ഇടിഞ്ഞു വീഴപ്പെട്ടിട്ടുണ്ട്. ഹാവ് ബീൻ കൊളാപ്സ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ആണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് രൂപമാണിത്. കൊളാപ്സ് ഇടിഞ്ഞു വീഴപ്പെടുക എന്നർത്ഥം, പാസീവ്. ദ ന്യൂലി ബിൽറ്റ് ബ്രിഡ്ജസ് എന്നാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിലെ പ്രധാന വാക്ക് ഇതാണ്, ബ്രിഡ്ജസ് ഹാവ് ബീൻ കൊളാപ്സ്. ഇത് നമ്മൾ മോഡിഫയർ ആണ്. ദ ന്യൂലി ബിൽറ്റ് എന്നുള്ള ഹെഡ് വേർഡിന് മോഡിഫയർ, ക്വാളിഫയർ ഇല്ല. അപ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് രൂപമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് 8 എക്സാമ്പിൾ പഠിച്ചു. ഈ 8 എക്സാമ്പിളുകളിലും സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ച് ഈ എക്സാമ്പിളുകൾ നിങ്ങൾ ഓർമ്മ വെച്ച് വേറൊരു പുസ്തകത്തിലേക്ക് എടുത്ത് എഴുതി
വീണ്ടും അതിനെ നമ്മൾ ഇത് നോക്കാതെ നമ്മൾ തിരിച്ചു നോക്കുക. സബ്ജക്റ്റ് പാർട്ട് ഏതാണ്, പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ്, അതിൽ ഉപയോഗിക്കുന്ന പ്രെഡിക്കേറ്റ് പാർട്ടിലെ ക്രിയ ഏത് ടെൻസിലാണ് എന്ന് നിങ്ങൾ ഈ എക്സാമ്പിളിലും കൂടി കണ്ടെത്തുക. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതുപോലെയുള്ള എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്, അതിന് മുമ്പത്തെ ക്ലാസ്സിലും എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഈ 4-5 ദിവസത്തെ എക്സാമ്പിളുകൾ കൊണ്ട് നിങ്ങൾക്ക് ടെൻസും മനസ്സിലായിരിക്കും, വാചകവും മനസ്സിലായിരിക്കും. വാചകം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വാചകങ്ങളെ അനലൈസ് ചെയ്യാനും സിന്തസിസ് ചെയ്യാനും. അങ്ങനെ നമുക്ക് കൂടുതൽ വാചകങ്ങളെ കുറിച്ച് പഠിക്കാം. വാചകങ്ങൾ 8 തരത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയണം, പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അതായത് ഒരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങൾ അവരുടെ ക്രമം അനുസരിച്ച് സാധാരണ വാചകങ്ങൾ, ആശ്ചര്യവാചകങ്ങൾ, ചോദ്യവാചകങ്ങൾ, കൽപ്പനാജ്ഞാപേക്ഷകൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയനുസരിച്ച് വാചകത്തിനെ സിമ്പിൾ എന്നോ കോമ്പൗണ്ട് എന്നോ കോംപ്ലക്സ് എന്നോ കോംപ്ലക്സ് എന്നോ പറയും. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുമെന്ന്. ഒരു പറ്റായില്ല. ഈ എഴുതിയ വാചകങ്ങൾ തന്നെ, ഈ എഴുതിയിരിക്കുന്ന ഇതുവരെ ഇന്നലെയും ഇന്നും മുമ്പത്തെ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എഴുതിയ വാചകങ്ങളൊക്കെ തന്നെ ഇതാണ്. ഒന്നുപോലെ സിമ്പിളോ കോമ്പൗണ്ടോ കോംപ്ലക്സോ ആണ്. നിങ്ങൾക്കത് ഏതാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതിനുള്ള വിദ്യ കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള വിദ്യ എങ്ങനെയാണ് അറിയുക? അതിലടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ ക്രമം അന്വേഷിക്കുക. അപ്പോൾ അത് ഏത് വാചകമാണെന്ന് മനസ്സിലാവും. ആ വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടന എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ അത് ഏത് തരത്തിലുള്ള വാചകമാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ വാചകം നമ്മുടെ കയ്യിലാവും. അപ്പോൾ നമുക്ക് ഒരു എസ്സയോ കോമ്പോസിഷൻ എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് വാചകം വെച്ച് എഴുതാം. ഞാൻ ഇത് ഒരു എല്ലാ ഇത് കഴിയണവരെ, ഈ എസ്സെ കഴിയുന്നവരെ കോംപ്ലക്സും കോമ്പൗണ്ട് സെൻറ്റൻസും വെച്ച് എഴുതുള്ളൂ. സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ 4 വാചകങ്ങളും 4 തരത്തിലുള്ള വാചകങ്ങളും ആവർത്തിച്ച് എഴുതി ഇതിനെ നല്ലൊരു ലെവലിലാക്കി കൊണ്ടുവരാം. നമ്മളെപ്പോഴും ഒരു ഉപന്യാസം എഴുതുമ്പോൾ സിമ്പിൾ സെൻറ്റൻസ് മാത്രം ഉപയോഗിച്ചാൽ നന്നാവില്ല. ഒരു ക്ലോസ് മാത്രമുള്ള വാചകങ്ങൾ ഉപയോഗിച്ചാൽ അതൊരു ഭംഗി വരില്ല. അതൊരു ഭംഗിയാക്കി വരെ തുടുത്ത് വരണമെന്നുണ്ടെങ്കിൽ മേളക്കിൽ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, 5-ാം കാലം, പഞ്ചാരി മേളൊക്കെ 5-ാം കാലത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ കുറുകും, പായസം കുറുകണ പോലെ ഇങ്ങനെ കുറുകി. അതൊന്ന് കേൾക്കാനും വായിക്കാനും, ഒരു എസ്സെയൊക്കെ നല്ലതായ എസ്സെയൊക്കെ വായിക്കാനും കേൾക്കാനും ഒരു സുഖം തന്നെയാണ്. ചില ആൾക്കാരുടെ ഇപ്പോൾ രാജു നാരായണസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കലക്ടർ IAS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലയിച്ചു പോവും. ഇംഗ്ലീഷിലാവണമെന്നില്ല, മലയാളത്തിലായാലും മതി. എന്ത് രസമാണെന്നറിയോ? ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒറേഷൻ കേട്ടാൽ നമുക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ച് നിങ്ങൾ റേഡിയോ ഒന്ന് കേട്ടു നോക്കൂ, എന്ത് രസമായിരിക്കും. ഇതുപോലെ ആവണം. അതുപോലെ നമുക്ക് ആവാൻ പറ്റിയില്ലെങ്കിലും അതുപോലെയുള്ളതൊക്കെ കേട്ട് ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അപ്പോഴാണ് നമ്മൾ തലയിരുന്ന് കുലുക്കി കേൾക്കുക. ആയതുകൊണ്ട് ആ ലെവലിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ച് പഠിച്ച് ഇതെല്ലാം കൈവശമാക്കുക. അടുത്ത ക്ലാസ് 2-3 ദിവസത്തിൽ വീണ്ടും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം ക്ലാസ് കേട്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.